നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെങ്ങന്നൂരിൽ വാഹനാപകടം. KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സും വിവാഹ നിശ്ചയ സംഘം സഞ്ചരിച്ചിരുന്ന ടൂറിസ്റ്റ് ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. 66 പേർക്ക് പരിക്ക്. അറബിക്കടലിൽ മുങ്ങിക്കിടക്കുന്ന MSC എൽസ 3 എന്ന ചരക്ക് കപ്പലിന് മുകളിലായി എണ്ണപ്പാട രൂപപ്പെട്ടെന്ന് റിപ്പോർട്ട്. കപ്പലിന്റെ ബങ്കർ ടാങ്കുകളിൽ നിന്നും ചോർന്ന ഇന്ധനമല്ലെന്നും ആശങ്ക വേണ്ടെന്നും അധികൃതർ. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് K. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിലെ ഓൺലൈൻ തട്ടിപ്പ്. തലവടി സ്വദേശിയിൽ നിന്നും 25 ലക്ഷം അപഹരിച്ച കേസിൽ 2ാം പ്രതിയും പിടിയിലായി. തൃശൂർ ചാവക്കാട് സ്വദേശി KA ഷെജീറാണ് പിടിയിലായത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരളയുടെ നേതൃത്വത്തിൽ സംസ്ഥാനതല ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. ചേർത്തലയിൽ 2 ദിവസങ്ങളിലായാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. ചെങ്ങന്നൂരിൽ വാഹനാപകടം. KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സും വിവാഹ നിശ്ചയ സംഘം സഞ്ചരിച്ചിരുന്ന ടൂറിസ്റ്റ് ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. 66 പേർക്ക് പരിക്ക്. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിൽ രാവിലെ 10:15ഓടെയാണ് അപകടം. അപകടത്തിൽ പരിക്കേറ്റ 66ഓളം പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിലും ഗുരുതരമായി പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചത്. അടൂർ പള്ളിക്ക പഞ്ചായത്ത് ആനയടിയിൽ നിന്നും മണിമല പത്തനാട്ടേക്ക് പോവുകയായിരുന്നു വിവാഹ നിശ്ചയ സംഘം. അടിമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടം നടന്ന ഉടനെ സമീപ പ്രദേശത്തുള്ളവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മന്ത്രി സജി ചെറിയാൻ, MP-മാരായ ആന്റോ ആന്റണി, കുടിക്കുന്നിൽ സുരേഷ്, നഗരസഭാ ചെയർപേഴ്സൺ ശോഭ വർഗീസ്, വൈസ് ചെയർമാൻ ഷിബു രാജൻ തുടങ്ങിയവർ സ്ഥലത്തും ആശുപത്രിയിലുമെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ചികിത്സയ്ക്ക് അടിയന്തര സഹായം എത്തിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. അപകടത്തിൽപ്പെട്ടവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. KSRTC ബസ് മുൻപിൽ ഉണ്ടായിരുന്ന കാറിനെ മറികടക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായതെന്നാണ് പോലീസ് പറയുന്നത്. അപകടത്തെ തുടർന്ന് 2 മണിക്കൂറോളം MC റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. JCB എത്തി വാഹനങ്ങൾ സമീപത്തേക്ക് മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ടൈം ന്യൂസ്, ചെങ്ങന്നൂർ. അറബിക്കടലിൽ മുങ്ങിക്കിടക്കുന്ന MSC എൽസ എന്ന ചരക്ക് കപ്പലിന്റെ മുകളിൽ എണ്ണപ്പാട രൂപപ്പെട്ടെന്ന് റിപ്പോർട്ട്. കപ്പലിന്റെ ബങ്കർ ടാങ്കുകളിൽ നിന്നും ചോർന്ന ഇന്ധനമല്ല ഇതെന്നും ആശങ്കപ്പെടേണ്ടത് ആവശ്യമില്ല എന്നും അധികൃതർ. അറബിക്കടലിൽ ആലപ്പുഴയ്ക്ക് പടിഞ്ഞാറ് ലൈബീരിയൻ ചരക്ക് കപ്പൽ MSC എൽസ 3 മുങ്ങിക്കിടക്കുന്ന മേഖലയിൽ നേരിയ എണ്ണപ്പാട രൂപപ്പെട്ടെന്ന സൂചന. ആകാശ നിരീക്ഷണത്തിനിടെയാണ് ഏതാണ്ട് 1 കിലോമീറ്റർ നീളത്തിലും 50 മീറ്റർ വീതിയിലും സമുദ്രോപരിതലത്തിൽ മഴവിൽ നിറങ്ങളോടെ എണ്ണപ്പാട രൂപപ്പെട്ടതായി കണ്ടെത്തിയത്. എന്നാൽ ഇത് കപ്പലിന്റെ ബങ്കർ ടാങ്കുകളിൽ നിന്ന് ചോർന്ന ഇന്ധനമല്ലെന്നും ആശങ്കയ്ക്ക് വകയില്ലെന്നുമാണ് അധികൃതർ പറയുന്നത്. കപ്പലിന്റെ യന്ത്രഭാഗങ്ങളിൽ നിന്നും ഉള്ളിലെ ഉപകരണങ്ങളിൽ നിന്നും ഊറി വന്ന എണ്ണയും ലൂബ്രിക്കന്റുകളുമാകാം ഇതെന്നാണ് നിഗമനം. നീക്കം ചെയ്യാൻ കഴിയുന്നത്ര കടുത്ത എണ്ണപ്പാടയല്ലെന്നും സ്വാഭാവികമായി ബാഷ്പീകരിച്ചു പോകുമെന്നുമാണ് വിലയിരുത്തൽ. പ്രദേശത്ത് തുടരുന്ന നന്ദ് സാരഥി എന്ന കപ്പലും കോസ്റ്റ് ഗാർഡും സൂക്ഷ്മ നിരീക്ഷണം നടത്തിവരുന്നു. നിലവിലെ സാൽവേജ് കമ്പനിയായ T&T സാൽവേജിൽ നിന്ന് പുതിയ കരാറുകാരായ സ്മിത്ത് സാൽവേജ് ചുമതല ഏറ്റെടുക്കുന്നത് അന്തിമഘട്ടത്തിലാണ്. കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഉടൻ കപ്പലിലെ ഇന്ധനം നീക്കാനുള്ള പുതിയ സമയക്രമം ലഭ്യമാകും. എങ്കിലും കാലാവസ്ഥ കൂടി കണക്കിലെടുത്ത് തുടർ പ്രവർത്തനങ്ങൾ ആരംഭിക്കൂ എന്നാണ് റിപ്പോർട്ട്. കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് തരികൾ വീണ്ടെടുക്കാനുള്ള ശ്രമം തുടരുന്നു. ഇതുവരെ 75 ടൺ പ്ലാസ്റ്റിക് തരികൾ ശേഖരിച്ചു കഴിഞ്ഞു. കേരള തീരം മുതൽ കന്യാകുമാരി, രാമേശ്വരം എന്നിവിടങ്ങളിൽ വരെ അടിഞ്ഞ തരികൾ ശേഖരിച്ച് കൊല്ലത്തെത്തിക്കാനാണ് നീക്കം. അതിഭീകരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളാകും തീരമേഖലയിൽ ഈ പ്ലാസ്റ്റിക് തരികൾ സൃഷ്ടിക്കുക എന്നും ആശങ്ക ഉയർന്നിട്ടുണ്ട്. ടൈം ന്യൂസ്, ആലപ്പുഴ. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. അഡ്വക്കേറ്റ് K. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തോട്ടപ്പള്ളി, അർത്തുങ്കൽ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച തീരദേശ റേഞ്ച് ഓഫീസുകൾ അനുവദിക്കണമെന്ന് കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കുട്ടനാട് റേഞ്ച് വിഭജിച്ച് എടത്വ റേഞ്ചും ആലപ്പുഴയെ വിഭജിച്ച് അമ്പലപ്പുഴ റേഞ്ചും തുടങ്ങണമെന്നും ആവശ്യപ്പെട്ടു. NGO യൂണിയൻ ഹാളിൽ പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ K. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അതാണ്
അഭികാമ്യമായിട്ടുള്ളത്. ആ നിലയിലാണ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നത് നടത്തുന്നത്. ഇതിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും ആ നന്ദിക്ക് കൂടി ആ നിലയിൽ ആശംസകൾ നൽകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിൽ ചർച്ച ചെയ്തു പോകുന്നുണ്ട്. ആ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്തു പോകാൻ ശ്രദ്ധിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നതിന് ഭീതിജനകമായ ഒരു ലോക അന്തരീക്ഷത്തിന്റെ പശ്ചാത്തലം ദൈനംദിന വന്നോണം പത്രം എടുക്കുമ്പോഴും അപ്പോൾ തന്നെ ജീവിതത്തിലൂടെ ചാനലുകൾ തുറക്കുമ്പോഴും തന്നെ ഭയാനകമായിട്ടുള്ള വാർത്തകളാണ്. ജില്ലാ പ്രസിഡന്റ് ജി ഗോപകുമാർ അധ്യക്ഷനായി. ടി സജികുമാർ, കെ സന്തോഷ് കുമാർ, എസ് അശോക് കുമാർ, EPCB, PD പ്രസാദ്, ജി ബൈജു, PD കലേഷ്, വി അരുൺ, PH പ്രവീൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റായി SK അശ്വിനെയും വൈസ് പ്രസിഡന്റായി R ജയദേവിനെയും സെക്രട്ടറിയായി PD കലേഷിനെയും ജോയിന്റ് സെക്രട്ടറിയായി PU ഷിബുവിനെയും ഖജാൻജിയായി PH പ്രവീൺകുമാറിനെയും യോഗം തിരഞ്ഞെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴയിലെ ഓൺലൈൻ തട്ടിപ്പ് തലവടി സ്വദേശിയുടെ കയ്യിൽ നിന്നും 25 ലക്ഷം രൂപ അപഹരിച്ച കേസിൽ രണ്ടാം പ്രതിയും പിടിയിൽ. തൃശൂർ ചാവക്കാട് സ്വദേശി KA ഷെജീറാണ് പിടിയിലായത്. ഓൺലൈൻ ബിഡിംഗിന്റെ പേരിൽ തലവടി സ്വദേശിയായ മെഡിക്കൽ റെപ്രസെന്റേറ്റീവിൽ നിന്ന് 25.5 ലക്ഷം രൂപ തട്ടിയ സംഭവത്തിൽ രണ്ടാം പ്രതിയെയും ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ ചാവക്കാട് സ്വദേശി കൊച്ചന്നൂർ വടക്കേക്കാട് പഞ്ചായത്തിൽ കുന്നത്തുവളപ്പിൽ വീട്ടിൽ KA ഷെജീറാണ് അറസ്റ്റിലായത്. ഛത്തീസ്ഗഡ്, തെലങ്കാന എന്നിവിടങ്ങളിലും പ്രതിക്കെതിരെ പരാതികളുണ്ട്. പരാതിക്കാരനായ റെപ്രസെന്റേറ്റീവിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് 5.5 ലക്ഷം രൂപ അയപ്പിച്ച ചെക്ക് വഴി പണം പിൻവലിക്കുകയായിരുന്നു പ്രതി. ബാക്കി പണം കൈപ്പറ്റിയ വളാഞ്ചേരി സ്വദേശി ഒളിവിലാണ്. ഇതിനു പുറമെ 3 ലക്ഷം രൂപയും ഒളിവിൽ പോയ ആൾ പ്രതിക്ക് കൈമാറിയിട്ടുണ്ട്. ഈ കേസിൽ പരാതിക്കാരൻ അയച്ച 4 ലക്ഷം രൂപ ചെക്ക് വഴി പിൻവലിച്ച പെരിന്തൽമണ്ണ സ്വദേശിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ടെലിഗ്രാം, വാട്സാപ്പ് എന്നിവയിലൂടെ സ്വകാര്യ ബിഡിംഗ് കമ്പനിയുടെ പ്രതിനിധിയായി ആൾമാറാട്ടം നടത്തിയായിരുന്നു തട്ടിപ്പ്. വ്യാജ വെബ്സൈറ്റിൽ പരാതിക്കാരനെ കൊണ്ട് അക്കൗണ്ട് ഉണ്ടാക്കിപ്പിച്ച ശേഷം തട്ടിപ്പുകാർ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം വാങ്ങുകയായിരുന്നു. അയച്ച പണം വ്യാജ വെബ്സൈറ്റിൽ ലാഭം സഹിതം വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് തുടർന്നത്. ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലും നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലായ 1930 എന്ന നമ്പറിലും പരാതിപ്പെട്ടതോടെയാണ് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും പ്രതികളെ പിടികൂടാനുമായത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടരുകയാണ്. ആലപ്പുഴ DCRB DVSP MS സന്തോഷിന്റെ നിർദ്ദേശപ്രകാരമാണ് ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഏലിയാസ് P ജോർജിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരായ MM മഹേഷ്, K റികാസ്, ശരത് പ്രസാദ്, KU ആരതി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടിച്ചത്. ടൈം ന്യൂസ്, ആലപ്പുഴ. IMAയുടെ നേതൃത്വത്തിൽ സംസ്ഥാനതല ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ചേർത്തലയിൽ നടന്നു. 2 ദിവസങ്ങളായിട്ടാണ് മത്സരം ചേർത്തലയിൽ നടന്നത്. IMAയുടെ നേതൃത്വത്തിൽ ചേർത്തലയിൽ സംസ്ഥാനതല ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. 2 ദിവസങ്ങളിലായി ചേർത്തല NCRC ഇൻഡോർ കോർട്ടിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീവിലാസൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ വേരുറപ്പിച്ച ഈ സംഘടന ഇപ്പോൾ 4 ലക്ഷത്തോളം ഡോക്ടർമാരുടെ ഉൾപ്പെടുത്തുന്ന സംഘടനയാണ്. ഇവിടെ കേരളത്തിൽ ഏകദേശം 50,000 അടുത്ത ഡോക്ടർമാർ ഇതിൽ മെമ്പേഴ്സാണ്. എന്തെന്നും നിങ്ങൾക്കൊപ്പം എന്നുള്ള ഒരു മോട്ടോ ആണ് ഇത്തവണത്തെ IMAയുടെ മോട്ടോ. അതായത് ഫോർ എവർ യുവേഴ്സ്. ഡോക്ടർമാർക്ക് വേണ്ടി തന്നെയാണ് IMA എന്നും നിലനിൽക്കുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. IMA ചേർത്തല പ്രസിഡന്റ് ഡോക്ടർ അനിൽ വിൻസെന്റ് സ്വാഗതം പറഞ്ഞു. IMA കേരള സ്പോർട്സ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ഷെർലി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ, IMA സൗത്ത് സോൺ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ AP മുഹമ്മദ്, ആലപ്പുഴ ഡിസ്ട്രിക്ട് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഉമ്മൻ വർഗീസ്, കാരിത്താസ് ഹോസ്പിറ്റൽ ജോയിന്റ് ഡയറക്ടർ ഫാദർ ജിസ്മോൻ മഠത്തിൽ, മുനിസിപ്പൽ കൗൺസിലർ A അജി എന്നിവർ ആശംസകൾ നേർന്നു. സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ അരുൺജി നായർ നന്ദി പറഞ്ഞു. കേരളത്തിലെ 10 ജില്ലകളിലായുള്ള നിരവധി ഡോക്ടർമാർ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നു. ടൂർണമെന്റ് ഞായറാഴ്ച സമാപിക്കും. വിൻ മീഡിയ, ചേർത്തല. SNDP ചേർത്തല മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമവും ഉന്നതതല വിദ്യാഭ്യാസ സെമിനാറും നടന്നു. സ്പാർക്ക് എൻട്രൻസ് കോച്ചിംഗ് സെന്ററിന്റെ സഹകരണത്തോടെയാണ് പരിപാടി നടന്നത്. ചേർത്തല SNDP യൂണിയൻ ഹാളിലാണ് ഉന്നത വിദ്യാഭ്യാസ സെമിനാറും പ്രതിഭാ സംഗമവും ഒരുക്കിയത്. SSLC+2 കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഉന്നത വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചത്. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ശാഖകളിലെ മുഴുവൻ കുട്ടികളെയും യോഗത്തിൽ അനുമോദിച്ചു. മേഖലാ ചെയർമാൻ KP നടരാജൻ ഉദ്ഘാടനം ചെയ്തു. നാശമില്ലാത്തതല്ലേ എന്നും നിലനിൽക്കുന്നതിനാണ് സനാതന ധർമ്മം. സനാതനം എന്ന് പറയുന്നത് ധർമ്മം വേറെ, സനാതനം വേറെ. നമുക്കിവിടെ വേണ്ടത് വിദ്യാഭ്യാസത്തെ നിൽക്കുന്നവരെ വിദ്യ കൊണ്ട് നമുക്ക് എവിടെ എത്താൻ പറ്റും, എങ്ങനെ ആകാൻ പറ്റും,
ആ കഴിവ്, അറിവ് സമന്വയിപ്പിക്കേണ്ടത്. അറിവുണ്ടാകണം. ആ അറിവിൻ്റെ കൂടെ എന്തുണ്ടാകണം? കഴിവുണ്ടാകണം. കഴിവെന്ന് പറയുന്നത് നാം ആർജിക്കുന്നത്, ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഒക്കെ ഇവിടെയാണ്. വൈസ് ചെയർമാൻ പി.ജി. രവീന്ദ്രൻ അധ്യക്ഷനായി. പ്രൊഫസർ ഡോക്ടർ ജി. മോഹൻദാസ് നായർ പ്രതിഭകളെ ആദരിക്കലും മുഖ്യപ്രഭാഷണവും നടത്തി. ഫാദർ ഡോക്ടർ സാംജി വടക്കേടം സെമിനാറിന് നേതൃത്വം നൽകി. സ്പാർക്ക് എഡ്യൂക്കേഷൻ ഡയറക്ടർ എൻ വേണുഗോപാൽ, SNDP യോഗം ഡയറക്ടർ ബോർഡ് അംഗം അനിൽ ഇന്ദിവരം, ചേർത്തല മേഖലാ കമ്മിറ്റി അംഗം JP വിനോദ് എന്നിവർ ആശംസകൾ നേർന്നു. മേഖലാ കൺവീനർ PD ഗഗാറിൻ സ്വാഗതവും കമ്മിറ്റി അംഗം R രാജേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. മുഹമ്മ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ 6 കുടുംബങ്ങൾക്ക് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം വള്ളവും വലയും നൽകി. മുഹമ്മ പഞ്ചായത്ത് മത്സ്യത്തൊഴിലാളി മേഖലയിൽ നടപ്പാക്കുന്ന ബൃഹത് പദ്ധതിയാണ് മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് നൽകുന്ന വള്ളവും വലയും. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും നൽകി. ഒരാൾക്ക് 60,000 രൂപയുടെ വള്ളവും വലയുമാണ് നൽകിയത്. 75% സബ്സിഡിയും 25% ഗുണഭോക്തൃ വിഹിതവുമാണ്. പദ്ധതിയുടെ മാർഗരേഖ പ്രകാരം 6 ഗുണഭോക്താക്കൾക്കാണ് പദ്ധതിയിലൂടെ വള്ളവും വലയും നൽകിയത്. മുഹമ്മ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ND റെജി ചടങ്ങിൽ അധ്യക്ഷനായി. പ്രസിഡന്റ് സ്വപ്ന ഷാബു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പരമ്പരാഗത മേഖലയായ ഈ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി സർക്കാർ നിരവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തുകളും അവരെ സഹായിക്കുന്ന തരത്തിലുള്ള പദ്ധതികളാണ് ഏറ്റെടുത്ത് നടപ്പാക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, മത്സ്യത്തൊഴിലാളികൾ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ മത്സ്യത്തൊഴിലാളികളെയും ആ ലൈഫിൻ്റെ ഒരു മാനദണ്ഡത്തിലും ഉൾപ്പെടുത്താതെ അവരെ മുഴുവനും അവർക്ക് വീട് കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കാൻ സാധിച്ചു. അതുപോലെ അവരുടെ മക്കളുടെ പഠനോപകരണങ്ങൾ, അവരുടെ ലാപ്ടോപ്പ്, അങ്ങനെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ. ഇപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം മത്സ്യത്തൊഴിലാളികൾക്ക് ശുദ്ധജലം ലഭ്യമാകുന്നതിനാവശ്യമായ മുഴുവൻ ആളുകൾക്കും വാട്ടർ ടാങ്ക് കൊടുക്കുന്നതിനുള്ള പദ്ധതിയും ഏറ്റെടുത്തു കഴിഞ്ഞു. സ്ഥിരം സമിതി അധ്യക്ഷ PN നസീമ, പഞ്ചായത്ത് അംഗങ്ങളായ B വിഷ്ണു, നിഷ പ്രദീപ്, ഷെജിമോൾ സജീവ്, പഞ്ചായത്ത് സെക്രട്ടറി MB മഹീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CD വിശ്വനാഥൻ സ്വാഗതവും ഫിഷറീസ് ഇൻസ്പെക്ടർ ലീന ഡെന്നിസ് നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. വയലാറിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന സിറിയക് എബ്രഹാം ഓർമ്മയായിട്ട് 1.5 പതിറ്റാണ്ട് കഴിയുന്നു. സിറിയക് സൗഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണവും എൻഡോവ്മെന്റ് വിതരണവും നടന്നു. വയലാറിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യവും CPM നേതാവുമായിരുന്നു സിറിയക് എബ്രഹാം. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് മനു C പുളിക്കൻ്റെ പിതാവാണ് സിറിയക് എബ്രഹാം. സിറിയക് എബ്രഹാം ഓർമ്മയായിട്ട് 1.5 പതിറ്റാണ്ട് തികയുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ സിറിയക് സൗഹൃദ സംഘം ഏർപ്പെടുത്തിയ സിറിയക് എൻഡോമെൻ്റ് അനുസ്മരണ ചടങ്ങിൽ വിതരണം ചെയ്തു. വയലാർ MK കൃഷ്ണൻ സ്മാരക ഗ്രന്ഥശാല ഹാളിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. അനുസ്മരണ സമ്മേളനവും എൻഡോമെൻ്റ് വിതരണവും പ്രശസ്ത സംവിധായകനും ഗാനരചയിതാവുമായ വയലാർ മാധവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. അപ്പം എൻ്റെ ഈ പുസ്തകങ്ങളെ കുറിച്ച് ഞാൻ റിസർച്ചുകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളായിരുന്നു. അദ്ദേഹം പറഞ്ഞത് തന്നെ അദ്ദേഹം പറഞ്ഞത് തന്നെ കുട്ടനാടിനെ കുറിച്ച് ഒരു ഗ്രന്ഥം നോവലാണ് എഴുതാനായിട്ട് എനിക്ക് തുടങ്ങിയതാണ്. അതേ ആ സമയത്ത് അദ്ദേഹം മരിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുമായിരുന്നു, ഈ നമ്മളിപ്പോൾ ജ്വാലയൊക്കെ തുടങ്ങിയിട്ട് 10-25 വർഷമായി. അപ്പൊ അതുപോലെ എഴുതുന്നതാണ്, ഇതൊക്കെ എഴുതും എഴുതുന്നതാണ്. 25 വയസ്സൊക്കെ പോയി. എന്തെഴുതും ചോദിച്ചു ചോദിച്ചു. 1 മാസം കൊണ്ട് അദ്ദേഹം മരിച്ചു. അതിന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കിയ കാര്യം. സിറിയക് സൗഹൃദ സംഘം പ്രസിഡന്റ് റോയി ഫെലിക്സ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TG വേണുഗോപൻ പിള്ള സ്വാഗതം പറഞ്ഞു. PRC മുൻ പ്രസിഡന്റ് KP നടരാജൻ +2 വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു. വയലാർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ UG ഉണ്ണി അനുസ്മരണ പ്രസംഗം നടത്തി. സിറിയക് എൻഡോമെന്റിന് അർഹയായ കുമാരി അനുശ്രീ MS കുമാർ മറുപടി പ്രസംഗം നടത്തി. ജോയിന്റ് സെക്രട്ടറി PG സുദർശനൻ നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. പുന്നപ്രയിൽ സംഘടിപ്പിച്ച ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിൻ സമാപിച്ചു. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്കായാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ജീവിതശൈലി രോഗനിയന്ത്രണത്തിന്റെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലെയും വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. മുളയിലെ നുള്ളാം, ജീവിതശൈലി രോഗങ്ങളെ സുഖകരമാക്കാം ഭാവി ജീവിതത്തെ എന്ന പേരിലായിരുന്നു ക്യാമ്പയിൻ.
സമാപന സമ്മേളനം എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. സ്ഥിതി ഉണ്ടായത് നമ്മൾ ഏറ്റവും താഴത്തെ സബ് സെന്റേഴ്സ് മുതൽ അല്ലെങ്കിൽ വേണമെങ്കിൽ ആശാ വർക്കേഴ്സ് മുതലുള്ള ഒരു വലിയ ഹെൽത്ത് സിസ്റ്റം നമുക്കുണ്ട്. സബ് സെന്റർ മുതൽ മേലേക്ക് നോക്കിയാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ സൗകര്യം വരെ ഗവൺമെന്റ് മേഖലയിൽ തന്നെ കേരളത്തിലുണ്ട്. മാത്രമല്ല, ആരോഗ്യപരമായ ഏത് കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരു പ്രവർത്തനം ആവിഷ്കരിക്കപ്പെട്ടാൽ നമ്മുടെ നാട്ടിലെ സാധാരണ വീട്ടമ്മ ഉൾപ്പെടെ ആ കാര്യത്തിൽ നല്ല ശ്രദ്ധ പതിപ്പിക്കും, അതിൻ്റെ ഭാഗമായി ചേരുകയും ചെയ്യും. ഒരു കാര്യം അങ്ങനെ അവരോട് പറഞ്ഞാൽ കൃത്യമായി അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യും. ഇതൊരു സംസ്കാരമായ ഒരു കൾച്ചറായി തന്നെ നമ്മുടെ കേരളത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ ഒരു വലിയ മികവ് നമുക്കുള്ളത് കൊണ്ടാണ് ഏത് മഹാമാരി വന്നാലും തോറ്റുപോകാതെ നമ്മുടെ കേരളം വിജയിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. ഒരുപാട് വിശദീകരിച്ച് പഴയത് ഞാൻ പറഞ്ഞു പോകുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടേഴ്സ് നിങ്ങളോട് സംസാരിക്കാം. അതൊരു പ്രധാനമായ നേട്ടമാണ്. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ നമ്മുടെ കേരളം തോറ്റു വീണു പോയില്ല. പക്ഷേ ലോകത്തിൻ്റെ ചരിത്രഭാഗം നോക്കിയാൽ ഒരുപാട് സമ്പത്തുള്ള രാജ്യങ്ങൾ തോറ്റു വീണുപോയി. ഇപ്പോൾ കേരളത്തിൽ എവിടെയും ആശുപത്രിയിൽ പോയി ബെഡ് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ആരും മരണപ്പെട്ടില്ല. കേരളത്തിൽ ഒരിടത്ത് പോലും ഓക്സിജൻ കിട്ടാതെ ഒരു കുഞ്ഞു മരിച്ചില്ല. കേരളത്തിൽ ഒരു സ്ഥലത്തും ഏതെങ്കിലും സെന്ററിൽ പ്രവേശിപ്പിക്കാൻ ബെഡില്ലാതായി, അതുകൊണ്ട് ചികിത്സ കിട്ടിയില്ല, അതുകൊണ്ട് മരിച്ചു എന്നില്ല. ചികിത്സ രീതിക്ക് ഒരുപാട് പേരെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ക്യാമ്പയിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം, പെയിൻറ്റിംഗ്, സ്ലോഗൻ രചന, റീൽസ്, സ്ട്രീറ്റ് പ്ലേ, ഷോർട്ട് ഫിലിം ഇനങ്ങളിൽ സംഘടിപ്പിച്ച മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. അറവുകാട് ക്ഷേത്ര പരിസരത്ത് നിന്നും JB സ്കൂൾ വരെ കൂട്ടനടത്തം, സൈക്കിൾ റാലി എന്നിവയും ഇതോടൊപ്പം നടന്നു. വിദ്യാർത്ഥികളുടെ പെയിൻറ്റിംഗ് എക്സിബിഷനും ആശാപ്രവർത്തകരുടെ പോഷകാഹാര പ്രദർശനവും വിതരണവും യോഗ പരിശീലന ക്ലാസ്, വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു. പുന്നപ്ര ഗവൺമെൻറ് JB സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് PG സൈസ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനചന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ സുലഭ ഷാജി, NK ബിജുമോൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശ്, അംഗങ്ങളായ ഗീത ബാബു, J സിന്ധു, റംല ഷഹാബുദ്ദീൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സജീവ് എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AT അഞ്ജു സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. കേരള കർഷക സംഘം പള്ളിപ്പുറം തെക്ക് മേഖലാ സമ്മേളനം നടന്നു. പള്ളിപ്പുറം, ഒറ്റപ്പുന്നയിലെ MV രഘുവരൻ നഗറുകളിലാണ് സമ്മേളനം നടന്നത്. കർഷക സംഘം പള്ളിപ്പുറം തെക്ക് മേഖലാ സമ്മേളനം നടന്നു. പള്ളിപ്പുറം, ഒറ്റപ്പുന്നയിലെ MV രഘുവരൻ നഗറിലാണ് മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത്. പതാക ഉയർത്തലിന് ശേഷം സമ്മേളനം ആരംഭിച്ചു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് TR മുകുന്ദൻ നായർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചാബിലും അതുപോലെ രാജസ്ഥാനിലും UPയിലും ഒക്കെയാണ് ആദ്യം കാർഷിക പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുന്നത്. അതിന് മുൻകൈ എടുത്തത് സഹജാനന്ദ സ്വാമി എന്ന് പറയുന്ന ഒരു വലിയ പ്രഗത്ഭനായ ഒരു ബുദ്ധിജീവിയാണ്. സ്വാമി എന്ന് പറയുന്നതുകൊണ്ട് അദ്ദേഹം സ്വാമിയൊന്നുമല്ല, സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ അത് ചേർത്തുന്നുണ്ട്. വലിയ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുത്ത വലിയ ബുദ്ധിമാനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്നു. മേഖലാ പ്രസിഡന്റ് സുരേഷ് S നായർ അധ്യക്ഷത വഹിച്ചു. സ്വാഗതസംഘം ചെയർമാൻ TS സുധീഷ് സ്വാഗതം പറഞ്ഞു. മേഖലയിലെ പച്ചക്കറി, ക്ഷീര, മത്സ്യ കർഷക തൊഴിലാളികളെ ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി PS മനീഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. PR ഹരിക്കുട്ടൻ, D ബാബു, PR റോയി, KP ഉദയഭാനു, KK ഷീജി, DV വിമൽദേവ്, VT പുരുഷോത്തമൻ, P ഗോപാലകൃഷ്ണൻ, വിജയകുമാരി, KS അനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, പള്ളിപ്പുറം. സേവാഭാരതി ചേർത്തലയുടെ 16ാമത് വാർഷിക പൊതുയോഗം നടന്നു. ചേർത്തല ഭുവനേന്ദ്ര ഓഡിറ്റോറിയത്തിലാണ് വാർഷിക പൊതുയോഗം നടന്നത്. ചേർത്തല ഭുവനേന്ദ്ര ഓഡിറ്റോറിയത്തിലാണ് വാർഷിക പൊതുയോഗം നടന്നത്. യൂണിറ്റ് പ്രസിഡന്റ് പ്രൊഫസർ KN ജനാർദ്ദനൻകുട്ടി കർത്ത അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ട്രഷറർ അജയൻ G നായർ സ്വാഗതം പറഞ്ഞു. ജനറൽ സെക്രട്ടറി നവീൻ കുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സേവാഭാരതി ചേർത്തല 2024-25 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. ആരോഗ്യ മേഖലയിൽ ആണ് ആദ്യത്തെ റിപ്പോർട്ട്. സുഹൃതം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സ്വാതന്ത്ര്യ പരിചരണ പദ്ധതി. ചേർത്തല നഗരത്തിൽ 2022 സെപ്റ്റംബർ മാസം 15-ാം തീയതി ആരംഭിച്ച പെയിൻ ആൻഡ് പാലിയേറ്റീവ് സ്വാതന്ത്ര്യ പരിചരണ പദ്ധതിയുടെ ഉദ്ഘാടനവും വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങും പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തും കേന്ദ്ര സെൻസർ ബോർഡ് അംഗവുമായിരുന്ന സുജയകുമാർ കുട്ടിയാണ് നിർവഹിച്ചത്. ചേർത്തല നഗരത്തിലെ 35 വാർഡുകളിലും എല്ലാ പ്രവർത്തന ദിനങ്ങളിലുമായി സേവാഭാരതിയുടെ സുഹൃതം
പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സ്വാതന്ത്ര്യ പരിചരണ പദ്ധതി പ്രകാരം സാധാരണക്കാരായുള്ളവരെയും പ്രായമായവരെയും കിടപ്പുരോഗികളെയും പരിചരിക്കുന്നുണ്ട്. എല്ലാ മാസവും 250 വീടുകളിലായി 298 പേർക്ക് സുഹൃത സ്വാതന്ത്ര്യ പരിചരണ പദ്ധതി പ്രകാരം സ്വാതന്ത്ര്യ പരിചരണം നൽകാൻ നമുക്ക് സാധിക്കുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘം ചേർത്തല ഹണ്ട് സംഘചാലക് MD ശശികുമാർ സേവാ സന്ദേശം നൽകി. ആലപ്പുഴ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജില്ലാ വിദ്യാഭ്യാസ കൺവീനറുമായ ഷമീർ ദേവ് സമാപന സന്ദേശം നൽകി. സേവാഭാരതി ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും ഭരണാധികാരിയുമായ PN ജയശങ്കർ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. യൂണിറ്റ് മീഡിയ കോർഡിനേറ്റർ ശ്യാം ഉദയൻ നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. മുഹമ്മ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കുടുംബശ്രീ അംഗങ്ങൾക്കും സന്നദ്ധ പ്രവർത്തകർക്കും വേണ്ടിയാണ് പരിശീലന പരിപാടി ഒരുക്കിയത്. കുടുംബശ്രീ അംഗങ്ങൾക്കും സന്നദ്ധ പ്രവർത്തകർക്കുമായിട്ടാണ് ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. മുഹമ്മ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശീലന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ഉദ്ഘാടനം ചെയ്തു. വീട്ടിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇരിക്കുന്നവരുണ്ട്, എന്നാൽ അവരോടൊന്ന് സംസാരിക്കാൻ ആരുമില്ലാത്ത ഒരു ഇതുണ്ട്. അങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങളാണ് അവരുടെ. ഇപ്പോൾ ഇത്രയും ജനസംഖ്യയിൽ തന്നെ ഏതാണ്ട് 23% വയോജനങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ജീവിത സാഹചര്യത്തിലാണ്. അപ്പോൾ കേരളത്തിൻ്റെ ജീവിത സാഹചര്യത്തിൽ അത്രയധികം ജനസംഖ്യയിൽ വയോജനങ്ങളുടെ എണ്ണം നാളെ ഇവിടെ ഇരിക്കുന്ന ഒരു 5 വർഷം കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരും അതിലേക്ക് വന്നു ചെയ്തു. വൈസ് പ്രസിഡന്റ് ND റെജി അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CD വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PN നസീമ, പഞ്ചായത്ത് അംഗങ്ങളായ KS ദാമോദരൻ, വിനോമ രാജു, കുഞ്ഞുമോൾ ഷാനവാസ്, TC മഹീധരൻ, ഷെജിമോൾ സജീവ്, സെക്രട്ടറി MB മഹീധരൻ, വയോജന കൺവീനർ PA അബൂബക്കർ, കോർ കമ്മിറ്റി അംഗം S സോണി, ജില്ലാ കില റിസോഴ്സ് പേഴ്സൺ BK മഹേശൻ, ബിനീത, ഹാപ്പ് ടീം അംഗങ്ങളായ CB അഗസ്റ്റിൻ, K പ്രസാദ്, A വീണ, രസ്ന രാജ്, S അരവിന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് മുഹമ്മ. മുഹമ്മ പഞ്ചായത്തും മുഹമ്മ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും സംയുക്തമായി യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനാചരണവുമായി ബന്ധപ്പെട്ട മുഹമ്മ പഞ്ചായത്തും മുഹമ്മ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും സംയുക്തമായി യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. മുഹമ്മ SN ഓഡിറ്റോറിയത്തിലാണ് യോഗാ ദിനാചരണം ഒരുക്കിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ND റെജി അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ ഡിസ്പെൻസറിയിലെ യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ സലീന യോഗാ ദിന സന്ദേശം നൽകി. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു രാജീവ്, മുഹമ്മ പഞ്ചായത്ത് അംഗങ്ങളായ PN നസീമ, CD വിശ്വനാഥൻ, M ചന്ദ്ര, G സതീഷ്, ലൈല ഷാജി, KS ദാമോദരൻ, വിനോമ രാജു, കുഞ്ഞുമോൾ ഷാനവാസ്, ഷെജിമോൾ സജീവ്, പഞ്ചായത്ത് സെക്രട്ടറി MB മഹീധരൻ, ഡോക്ടർ ശശികല എന്നിവർ സംസാരിച്ചു. യോഗാ ദിനാചരണവുമായി ബന്ധപ്പെട്ട മുഹമ്മ പഞ്ചായത്തിലെ സ്കൂളുകളിൽ നടത്തിയ പോസ്റ്റർ ഡിസൈനിങ്, ഉപന്യാസ രചന, ക്വിസ് മത്സരം എന്നിവയുടെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. തുടർന്ന് സ്ഥാപനത്തിലെ യോഗ ഡെമോൺസ്ട്രേറ്റർ ഐശ്വര്യയുടെ നേതൃത്വത്തിൽ യോഗ പ്രദർശനം നടന്നു. ടൈം ന്യൂസ് മുഹമ്മ. ആലപ്പുഴ കുതിരപ്പന്തി വാർഡിൽ അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചു. H സലാം MLA ഉദ്ഘാടനം ചെയ്തു. 100% വിജയം നേടിയ കുട്ടികളെയും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. ആലപ്പുഴ കുതിരപ്പന്തി വാർഡ് കൗൺസിലറും മഹിളാ സഹകരണ ചാരിറ്റിയും സംയുക്തമായി 100% വിജയം കൈവരിച്ച സ്കൂളിനെയും മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. വട്ടയാൽ സെന്റ് മേരി സ്കൂൾ പ്രധാനാധ്യാപിക ഉൾപ്പെടെയുള്ളവർ ചേർന്ന് MLAയിൽ നിന്ന് അനുമോദനം ഏറ്റുവാങ്ങി. അവരുടെ ജീവിതത്തെ കൂടി കണക്കെടുക്കുമ്പോഴാണ് ഇന്ന് മുതിർന്നവരായ ആളുകൾ അവരുടെ ബാല്യകാലം മുതലുള്ള ജീവിതത്തിന്റെ ഒരു യാത്ര അത് നമ്മൾ കണക്കെടുത്താൽ ഒരുപാട് പ്രയാസങ്ങളുടെ നടുവിലൂടെ സഞ്ചരിച്ച് എത്തിയിരിക്കുന്നതാണ്. ഒരുപക്ഷെ ഇന്നത്തെ വിദ്യാർത്ഥികളായിരിക്കും നിങ്ങളുടെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിദ്യാഭ്യാസ കാലം നിങ്ങളുടെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അത്ര വലിയ പ്രയാസങ്ങളിലേക്ക് അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളായിരിക്കും. കുതിരപ്പന്തി SNDP ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വയോജനങ്ങൾക്ക് ആദരവും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും നൽകി. മുനിസിപ്പൽ ചെയർപേഴ്സൺ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു.
വൈസ് ചെയർമാൻ PSM ഹുസൈൻ, കൗൺസിലർ B നസീർ, PK ബൈജു, സുവർണകുമാരി, ഷൈല ജേക്കബ്, സോജ സന്ധ്യ എന്നിവർ സംസാരിച്ചു. കൗൺസിലർ ക്ലാരമ്മ പീറ്റർ സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെങ്ങന്നൂരിൽ വാഹനാപകടം. KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സും വിവാഹ നിശ്ചയ സംഘം സഞ്ചരിച്ചിരുന്ന ടൂറിസ്റ്റ് ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. 66 പേർക്ക് പരിക്ക്. അറബിക്കടലിൽ മുങ്ങിക്കിടക്കുന്ന MSC ELSA 3 എന്ന ചരക്ക് കപ്പലിന് മുകളിലായി എണ്ണപ്പാട രൂപപ്പെട്ടെന്ന് റിപ്പോർട്ട്. കപ്പലിന്റെ ബങ്കർ ടാങ്കുകളിൽ നിന്നും ചോർന്ന ഇന്ധനമല്ലെന്നും ആശങ്ക വേണ്ടെന്നും അധികൃതർ. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് K പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിലെ ഓൺലൈൻ തട്ടിപ്പ്. തലവടി സ്വദേശിയിൽ നിന്നും 25 ലക്ഷം അപഹരിച്ച കേസിൽ 2ാം പ്രതിയും പിടിയിലായി. തൃശൂർ ചാവക്കാട് സ്വദേശി KA ഷെജീറാണ് പിടിയിലായത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരളയുടെ നേതൃത്വത്തിൽ സംസ്ഥാനതല ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. ചേർത്തലയിൽ 2 ദിവസങ്ങളിലായാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.